ഹേ ഗൈസ്, ഇന്ന് നമുക്കൊരു മോമോ ഉണ്ടാക്കില്ല. ആദ്യം കുരുങ്ങിനാരനെ ക്യാബേജും കുരുങ്ങിനാരനെ ക്യാരറ്റ് എടുക്കാം. ചോപ്പർ ഇല്ലാത്തവർക്ക് മിക്സിയിലിട്ട് ഒന്ന് ആക്കിയെടുത്താൽ മതി. പിന്നെ കുറച്ച് ക്യാപ്സിക്കൻ, ഓണിയൻ, പിന്നെ സ്പ്രിങ് ഓണിയൻ, പിന്നെ കുറച്ച് ചിക്കൻ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, പിന്നെ കുറച്ച് സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയ്ക്ക് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കളക്കള മിക്സ് ചെയ്യാം. ഇത് ഉണ്ടാക്കി ഓണിയൻ്റെ സ്പ്രിങ് ഓണിയൻ്റെ ഫ്ലവർ ഉണ്ടാവില്ല, അതിലിടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ആക്കിയിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ അതിന് വേണ്ട മാവ് പരത്തിയെടുക്കാം. ഞാൻ ഇവിടെ ആട്ടപ്പൊടിയായിട്ടാണ് പരത്തിയെടുത്തത്. നിങ്ങൾക്ക് മൈദപ്പൊടിയായിട്ടും പരത്തിയെടുക്കാം. ആട്ടപ്പൊടിയാകുമ്പോൾ കുറച്ച് ഹെൽത്തി ആവും തോന്നുന്നു. ഞാൻ ഇന്നലെ ചെറിയ മൂടിയിലായിരുന്നു പാകത്തിനെടുത്തത്. ഇന്ന് കുറച്ച് വലുതാക്കാൻ വെച്ച് വലിയ പാത്രത്തിലാക്കി. എന്നിട്ട് നന്നായി റൗണ്ടായി കട്ട് ചെയ്ത ശേഷം മസാല വെച്ചു, ഷേപ്പാക്കി. ആദ്യമൊക്കെ നല്ല ഷേപ്പായി, നല്ല മോമോസാ പറയാൻ പറ്റും. പിന്നൊക്കെ എന്തായെന്ന് എനിക്കറിയില്ല, കുറേ എന്തൊക്കെ ഡിസൈനായി. പിന്നെ അത് വേവിക്കാൻ വെച്ചു. അപ്പോൾ ഇത് നോമ്പെടുക്കാൻ സമയമായി. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുത്തപ്പോൾ നോമ്പെടുക്കേണ്ടത് മോമോസൊക്കെ എടുത്തിട്ട് തിളങ്ങണ്. അത് തിന്നൊക്കെ വിചാരിച്ച് എടുത്തിട്ട് സോസ് മുക്കി വെച്ചപ്പോൾ സോസ് മാതിരി എരിവ്. പക്ഷെ എന്നാലും പറയാൻ വേണ്ട, അടിപൊളിയായിരുന്നു. ഞാൻ നല്ല തിന്ന്. പിന്നെ കുറച്ച് നേരം നടന്ന്, പിന്നെ കുറച്ച് നേരം പഠിച്ചെന്ന് പറയാൻ പറ്റില്ല, പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആ രാത്രി കേക്ക് നിന്ന് അടിപൊളിയായിരുന്നു. പക്ഷെ എത്ര നോക്കിയിട്ട് അത് കിട്ടിയില്ല ഗൈസ്. ഇത്ര തന്നെ ഉള്ളൂ. ബായ്.